അതെ 100% ഞാൻ എന്താണോ നിങ്ങളോട് പറഞ്ഞത് അത് മാത്രമേ ഞാൻ അവിടെയും പറഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അന്ന് മുതൽ സംഭവിച്ചത് 1-ാം തീയതി മുതൽ സംഭവിച്ചത് 5-ാം തീയതി വരെ ഉള്ളത് എന്തെല്ലാം കാര്യങ്ങളാണ് അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് അന്വേഷണ സംഘം ചോദിച്ചത്? അന്വേഷണ സംഘം ചോദിച്ചത് അതായത് ഹോസ്പിറ്റലിൽ ചെന്നത് മുതലുള്ളത്, അതായത് അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്ന ആ സമയം മുതലുള്ള കാര്യങ്ങൾ എന്നോട് പറയാൻ പറഞ്ഞു. അങ്ങനെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മരണം സംഭവിക്കുന്ന തൊട്ട് മുന്നേ വരെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് നമ്മൾ കൊടുത്ത മൊഴി എഴുതി കൊടുത്ത് അതോടൊപ്പം ഞാനൊരു പേപ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് എഴുതിയത് എൻ്റെ ഭർത്താവ് അതായത് വേണുവിൻ്റെ മരണകാരണം 100% ഞാൻ ഡോക്ടേഴ്സിൻ്റെ വീഴ്ചയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അതേപോലെ തന്നെ പല മാധ്യമങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ലിവറിൻ്റെ, അതായത് FBയിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ ലിവറിൻ്റെ കംപ്ലയിൻറ്റ്, കിഡ്നിയുടെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും അങ്ങനെയൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അതേപോലെ ബൈസ്റ്റാൻഡേഴ്സിനെ കൃത്യമായിട്ട് അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ തന്ന മൊഴി നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് എന്താണെന്നുള്ള മറുപടി കിട്ടണം എന്നാണ്. അതെല്ലാം രേഖകളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ക്രിയാറ്റിൻ്റെ രേഖകളായാലും അത് നമ്മുടെ CHC മുതലുള്ള പിന്നെ മെഡിക്കൽ കോളേജ് ചെന്നു ആ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അവർക്ക് കോപ്പി എടുത്ത് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഭാഗത്ത് പോസിറ്റീവായിട്ടുള്ള പ്രതികരണം തന്നെയാണ്. നമ്മുടെ കുടുംബാംഗങ്ങളെ കൂട്ട് തന്നെയാണ് അവരെല്ലാം കൃത്യമായിട്ട് ചോദിച്ചു. അതുപോലെ തന്നെ അവസാനം അവർ പറഞ്ഞു എന്തെങ്കിലും ടെൻഷൻ കാരണം മറന്നിട്ടുണ്ടെങ്കിൽ അത് ആലോചിച്ച് പറയാം, സമയം തരാം, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ 100% ഒന്നും കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. എന്താണോ എനിക്ക് സംഭവിച്ചത് അത് മാത്രം ഞാൻ 100% സത്യസന്ധമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അവരുടെ ആ ഒരു മനസ്സാക്ഷിപരമായ ഒരു പെരുമാറ്റത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് നീതി ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.